അല്ല മക്കളെ, ഇത് നമ്മളെ വിനായകനല്ലേ? എന്താ ഉറക്കം വരുന്നു. ശശിയെ ഈ എന്നാണ് ഈ പറയുന്നത്? ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. അപ്പൊ വിനായക ഇന്ന് രാത്രി ലൈവ് വീഡിയോ ഒന്നും വേണ്ടേ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. 24/7 ചാനലുകളൊക്കെ ഭയങ്കരമായിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് ശ്രീ അച്യുതാനന്ദൻ സഖാവിന്റെ വിലാപയാത്രയും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് പറഞ്ഞത് മറന്നിട്ടില്ല. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഫ്ലാഷ് ബാക്ക്. നമസ്കാരം കേട്ടാ. ആരാണ് ഈ ഉമ്മൻചാണ്ടി? എന്തിനാടോ 3 ദിവസമൊക്കെ കപൂറ നിർത്തിയിട്ട് പത്രക്കാരോട് പറയണേ? അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഉമ്മൻചാണ്ടി ചത്തുകാരും ഞങ്ങൾ എന്ത് ചെയ്യണം? എന്റെ അച്ഛനെ ചത്ത്, നിങ്ങളുടെ അച്ഛനും ചത്തുകാരും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്ലീസ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. എന്ത് ചെയ്യണം? നല്ലവനാന്ന് നിങ്ങൾ വിചാരിച്ച ഞാൻ വിചാരിക്കില്ല. കർണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാളൊക്കെ ആരൊക്കെ എന്ന്. അപ്പൊ പക്ഷെ വകതിരിവ് വട്ടപൂജ്യം ഒക്കെ ചെയ്യുന്നുണ്ട്. അന്ന് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയ്ക്ക് എന്തൊക്കെയാണ് അവർ ചെയ്തത്, അത് ഇന്നും VSന്റെ വിലാപയാത്രയും അന്ത്യകർമ്മങ്ങളൊക്കെ അവർ കാണിച്ചിട്ട് അവർ തന്നെ ചെയ്യുന്നുണ്ട്. ഞാനൊരു പഴയ പഴഞ്ചൊല്ലി ഓർത്തു പോയതാ. അമ്മായി അമ്മയ്ക്ക് അടുപ്പിലും ആകാം, മരുമകൾക്ക് പറമ്പിലും പാടില്ല എന്നുള്ളത് എത്ര സത്യം. വിനായകൻ ഇന്ന് രാത്രി ഒരു വീഡിയോ ഇടും. VS ചത്തു, എന്റെ തന്ത ചത്തു, ഉമ്മൻചാണ്ടി ചത്തു, VS ചത്തു, നിർത്തിപ്പോ മീഡിയക്കാരെ എന്നുള്ള ഒരു വീഡിയോ ഇടാൻ പറ്റുമോ വിനായകന്? അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ.